റീലിനൊരു സ്പെസിഫിക് കമന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി അവരുടെ ഡിഎമ്മിലേക്ക് ഒരു ലിങ്കോ അല്ലെങ്കിൽ ഫയലോ അല്ലെങ്കിൽ മെസ്സേജോ അയക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാലോ. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാം കമന്റ് ഓട്ടോമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ഇതിന് കോഡിംഗ് ഒന്നും ആവശ്യമില്ല. കൂടുതൽ ഫ്രീ പ്ലാൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് തുടങ്ങാനും കഴിയും. ഫ്രീ പ്ലാനിൽ എന്തൊക്കെ ഫീച്ചറുകൾ ലഭിക്കും? എത്ര ദിവസം ഉപയോഗിക്കാം? പെയ്ഡ് പ്ലാനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ബെനിഫിറ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ സ്ക്രീനിൽ മുഴുവൻ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. അതിനാൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാവുന്ന മാത്രമേ ഇനിഷ്യേറ്റിലൂടെ കമന്റ് ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രോമിൽ കയറിയിട്ട് മെനി ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. മെനി ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കണക്റ്റഡ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മെനി ചാറ്റിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിന് ലോഗിൻ ചെയ്ത ശേഷം ഉള്ളിൽ നമുക്ക് നിങ്ങൾ ഏത് അക്കൗണ്ടാണോ ഓട്ടോമേഷൻ ചെയ്യാൻ നിൽക്കുന്നത് ആ ഒരു അക്കൗണ്ട് ഇതിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് ആയിട്ട് ലിങ്ക് ആയിരിക്കണം. മസ്റ്റായിട്ട് ലിങ്ക് ആയിരിക്കണം. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്ത ശേഷം ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ട് തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലിങ്ക് ഒക്കെ ആക്സസ് കൊടുക്കുക. മെനി ചാറ്റിന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആക്സസ് കൊടുക്കുക ലോഗിൻ ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടി വരിക. ഓൾറെഡി ഞാൻ ഇതൊക്കെ എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മെനി ചാറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ. ഈ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്തും റൈറ്റ് കോർണറിൽ ന്യൂ ഓട്ടോമേഷൻ എന്നൊരു സെക്ഷൻ കാണും. ആ ഒരു ന്യൂ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ ഡിഎം ലിങ്ക്സ് ഫ്രം കമൻസ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങളുടെ അക്കൗണ്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള റീൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏത് റീലായിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ 2 ഓപ്ഷൻ സ്പെസിഫിക് വേർഡ്, അതായത് നിങ്ങൾക്ക് എന്ത് വേർഡ് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസോ ലിങ്കോ ഷോപ്പോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് കീവേഡ് കൊടുക്കാൻ പറ്റും. അതായത് ആ പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുത്താൽ മാത്രം കൊടുത്തിട്ടുള്ള ആ യൂസേഴ്സിന് മാത്രമേ ഈ ലിങ്ക് ഫോർവേഡ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എനി വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോയാൽ മതി. അപ്പോൾ ഇവിടെ എനി വേർഡാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി വെച്ചാൽ നമുക്ക് ഈ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിഎമ്മിലേക്ക് ലിങ്ക് സെൻഡ് ആയി വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം താഴത്ത് സ്ക്രോൾ ചെയ്യുക. നമുക്ക് ആ കമൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ തന്നെ റീപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മെസ്സേജ് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഇനീഷ്യലായിട്ട് ഇങ്ങനത്തെ ഒരു മെസ്സേജ് പോവുക. അപ്പോൾ അത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. ഓപ്പണിങ് ആദ്യം തന്നെ ഈ ഒരു ഡിഎമ്മിലേക്ക് ഈ ഒരു മെസ്സേജ് വരിക. പിന്നെ സെൻഡ് മീ ദ ലിങ്ക്, പിന്നെ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഈ ബട്ടണിൻ്റെ പേര് നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ബുക്കിൻ്റെ PDF ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ എന്തെങ്കിലും എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ ബുക്ക് ഫോർ എക്സാമ്പിൾ കൊടുക്കുക. ഈ ബുക്ക് പർച്ചേസ് ലിങ്ക് കൊടുക്കുക. പിന്നെ ഇവിടെ ആഡ് ലിങ്ക്, അതായത് ഇവിടെ നമുക്ക് ബട്ടൻ്റെ നെയിം, അതായത് ഇവിടെ നമുക്ക് ബട്ടൻ്റെ നെയിം കൊടുക്കാം. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ക്ലിക്ക് ഹെയർ തന്നെ കൊടുക്കാം.
ക്ലിക്ക് ഗെറ്റ് ബുക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലിങ്കാണ് ഇവിടെ ഫൈനലിൽ കൊടുക്കേണ്ടത്. അതായത് ഫൈനൽ സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾ എന്താണോ യൂസർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലിങ്കാണ് ഇവിടെ നമ്മൾ തെറ്റ് കൂടാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ബുക്കിൻ്റെ ലിങ്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് ഓപ്പൺ ചെയ്യാം. അഡ്രസ് ബാറിന്ന് ഞാൻ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതായത് സേവ് കൊടുക്കുക. ഈ ക്ലിക്ക് ഗെറ്റ് ബുക്കിന് കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു ഈ ബുക്കിൻ്റെ ഈ ഒരു പേജിലേക്ക്, അതായത് ഇതിലേക്ക് റീഡയറക്റ്റ് ആയി പോകും യൂസർക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണുമ്പോൾ ക്ലിക്ക് ടു ഗെറ്റ് ബുക്ക് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ പർച്ചേസിൻ്റെ ആ ഒരു പേജിലേക്ക് ഡയറക്റ്റ് റീഡയറക്റ്റ് ആയത് പോകും. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫയലോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ എന്തോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളെ പ്രോസസ്സ് ഫുള്ളും കഴിഞ്ഞു. ഇനി നമ്മളിവിടെ മറക്കാണ്ട് ഗോ ലൈവ് കൊടുക്കുക. ഈ ഗോ ലൈവിന് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ചെയ്ത ഒരു ഓട്ടോമേഷൻ ആക്റ്റീവ് ആവുക. നമുക്ക് ഈ ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ മെസ്സേജൊക്കെ നമുക്കിവിടെ റീഡ് ചെയ്യാനും അതുപോലെ മെസ്സേജ് അയക്കാനൊക്കെ നമുക്ക് പറ്റും. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അതായത് ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ആ അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് അയക്കാൻ പറ്റും. നമ്മുടെ കമൻറ്റ് ഓട്ടോമേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും എത്ര റണ്ണായി. നമുക്ക് ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര സെൻഡ് ചെയ്തു, എത്ര ക്ലിക്ക് ചെയ്തു, കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 100 കോണ്ടാക്റ്റാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതായത് ലിമിറ്റ് ഫ്രീ പ്ലാനിൽ ലിമിറ്റ് 100 കോണ്ടാക്ട്സ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോ വെർഷൻ, അതായത് ഇതിൻ്റെ പ്രീമിയം എടുക്കേണ്ടി വരും. വലിയ വലിയ ക്രിയേറ്റേഴ്സൊക്കെ ഫ്രീ പ്ലാൻ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീ പ്ലാൻ തന്നെ മതിയാവും, ധാരാളമാണ്. അപ്പോൾ കൂടുതൽ ലീഡുകളും വലിയ വലിയ ക്രിയേറ്റേഴ്സൊക്കെ ആകുമ്പോൾ അവർക്കാണ് ഈ പ്രീമിയത്തിലേക്കുള്ള ആക്സസ് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗിനറായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻ തന്നെ വളരെ യൂസ്ഫുൾ ആവും. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് സെൻഡ് ചെയ്യുന്ന രീതി മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുക, അതും മെനി ചാറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സോർച്ച എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഒരു ടൂളാണ് സോർച്ച എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഇതേപോലെ കമൻറ്റ് ഓട്ടോമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ആ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ടൂളിൽ ഏതാ ബെസ്റ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അത് നമ്മളെ കമൻറ്റിലൊന്ന് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അടിപൊളി ടെക് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.